ഇവിടെ ഒന്നാന്തരം തനിത്തങ്കം 24 ക്യാരറ്റ് തനിത്തങ്കം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് സി ജെ തോമസ്. സർക്കാരാണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയുന്നത് ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ മന്ത്രിമാരാക്കിയും ഗവൺമെന്റ് ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് നരേന്ദ്രമോദിക്കും ഇത് ബാധകമാണോ? അന്തസ്സായി അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ടാണോ 3ാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? അതിൽ നിന്ന് പണം കട്ടുനിന്ന അമ്പലം വിഴുങ്ങികളായ മാധ്യമ പ്രവർത്തകർ മാധ്യമ സ്ഥാപനവുമുണ്ട്. ആ ജാലവിദ്യയെ കുറിച്ച് ആങ്കർക്ക് ചോദ്യങ്ങളുണ്ടോ? എന്താ രാമേന്ദ്ര പ്രശ്നം? വ്യക്തമായ പങ്ക് ദേവസ്വം ബോർഡിനുള്ളത്. അതുപോലെ തന്നെ 40 ദിവസം എടുത്തിട്ടാണ് ഈ പാളികൾ അവിടെ ചെന്നെന്നുള്ളത്. വെയിറ്റ് കുറഞ്ഞിരിക്കുന്ന കാര്യം, തിരിച്ചു കൊണ്ടുവരുമ്പോൾ നോട്ട് ചെയ്യാത്ത കാര്യം, എത്ര കൃത്യമായി ഇത് വിറ്റു എന്നുള്ള കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഹൈക്കോടതി തന്നെ സബ്സ്റ്റാൻഷ്യൽ കൺസിഡറേഷൻ വിറ്റു എന്ന് ഹൈക്കോടതി തന്നെ നിരീക്ഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടപടിയല്ല ഇനി ആവശ്യം. ഇനി ചർച്ചയ്ക്ക് എന്താ പ്രസക്തി? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നടപടി എന്താണ്? നടപടി ദേവസ്വം മന്ത്രി അടക്കമുള്ളവരുടെ രാജി, ദേവസ്വം പ്രസിഡന്റിന്റെ രാജി, അതുപോലെ ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം തന്നെയാണ് ഏറ്റവും വലിയ ആവശ്യം. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് മാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒന്ന് സംസാരിക്കാൻ, ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുവാൻ ഇത്രയും ദിവസം ഈ പ്രശ്നം വരുന്നത് വഷളായിട്ടും ഇന്ന് മാത്രമാണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള സമയം കിട്ടിയത്. സമയം കിട്ടിയപ്പോഴോ മറ്റൊരാളെ എന്താ പറയാ ബോഡി ഷെയ്മിംഗ് നടത്തി അതിൽ നിന്ന് വിഷയത്തെ തിരിച്ചുവിടുവാനുള്ള ശ്രമമാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? യഥാർത്ഥ ഇഷ്യൂ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാളെ എന്താ പറയുക ബോഡി ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ ഇത് സ്ഥിരം ഒരു ശൈലിയായി മാറിയിരിക്കുകയുള്ളൂ. ഒരു യഥാർത്ഥ വളരെ സീരിയസ് ഒരു ഇഷ്യൂവിൽ നിന്ന് ആ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി, ഗ്രാവിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി വേറൊരു വിഷയത്തിലേക്ക് തിരിച്ചുവിട്ടു. എന്താ ബോഡി ഷെയ്മിങ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സർക്കാർ കരുതണ്ട. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചതും ഉന്നയിച്ചതും. കോടിക്കണക്കിന് ഇന്ത്യയിലുള്ള കോടിക്കണക്കിന്, ലോകത്തുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ഞെട്ടിച്ച, ആകപ്പാടെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഇത്ര ലാഘവത്തോടെ ഇനി ചർച്ച ചെയ്യാം എന്ന് പറയുക എന്നുള്ളതല്ലാതെ നടപടി എടുക്കുകയാണ് വേണ്ടത്. മന്ത്രിയെ പുറത്താക്കുകയാണ് വേണ്ടത്. ഇതിന് അടിയന്തരമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുകയാണ് വേണ്ടത്. ഇപ്പൊ എന്താ അവര് തിരിച്ചു കൊണ്ടുവന്നു വീണ്ടും. ഏതാ ദേവസ്വം ബോർഡ് ഈ 22-ൽ സർക്കാർ അറിഞ്ഞിട്ടും ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മന്ത്രിയും കൂടെ ഇവരെ തിരിച്ചു കൊണ്ടുവരിക. 25-ൽ ഏതോ ഒരു ഭാഗ്യത്തിന് അയ്യപ്പ വിഗ്രഹം രക്ഷപ്പെട്ടു. ബാക്കിയെല്ലാം അവിടുന്ന് അവർക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ കൊണ്ടുപോയി. സംശയം എന്നുള്ളത് അവർ earlier apprehensions that items refixed at Sannidhanam were a different set of copper plates now appears fully justified in the light of foregoing facts. എന്താ ശരിയായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തിന്റെ മെറിറ്റിലേക്ക് കടന്ന് ഒന്നും കേരള പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകാതിരുന്നു? ഈ സംഭവത്തിന്റെ മെറിറ്റിനെ സംബന്ധിച്ച് സമഗ്രമായി തന്നെ മുഖ്യമന്ത്രി വിശദാംശങ്ങളോടുകൂടെ സംസാരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹം പറയുന്നു ഏതോ ഒരു കോടീശ്വരന് മറച്ചു വിറ്റിരിക്കുന്നു, അത് CPIM ഒത്താശയോടുകൂടെ മറച്ചു വിറ്റിരിക്കുന്നു. അത് ആ സമയത്തെ ദേവസ്വം വകുപ്പിന്റെ ചുമതലക്കാരൻ കൂടിയായിരുന്ന സഖാവ് കടകംപള്ളിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ്. ഒരൊറ്റ വാക്കുണ്ടോ കോടതി ഉത്തരവിൽ കോടീശ്വരനെ സംബന്ധിച്ചോ കടകംപള്ളിയെ സംബന്ധിച്ചോ CPIM-നെ സംബന്ധിച്ചോ മറച്ചു വിറ്റതിനെ സംബന്ധിച്ചോ ഒരൊറ്റ വാക്ക്? അതാ നിന്റെ വിഷമം. കോടതി ഉത്തരവ് വായിച്ചിട്ടുള്ള സാധാരണക്കാരായ ലളിതയുക്തി വെച്ചെങ്കിലും ആ കോടതി ഉത്തരവിനെ പരിശോധിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനും ആ കോടതി ഉത്തരവിന്റെ ബലത്തിലാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു പച്ചക്കള്ളം, നട്ടാൽ കുരുക്കാത്ത ശുദ്ധ നുണ പലപ്പോഴും അദ്ദേഹം ചെയ്യാറുള്ളത് പോലെ ഇന്ന് ആവർത്തിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കോടതി ഉത്തരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പിന്നെ കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. ഈ കാര്യത്തിൽ എല്ലാം ഇതിനോടകം തെളിവോടുകൂടെ അനാവരണം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി എന്ത് ചെയ്യണം? നമ്മുടെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഇവരൊക്കെ അങ്ങ് രാജിവെച്ച് ഒഴിഞ്ഞു കളയണം. അതാണ് കോൺഗ്രസിന്റെ അഭിപ്രായമായി ഈ ചർച്ചയിലും അവർ ആവർത്തിച്ചുന്നയിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ് ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും അതിന്റെ വകുപ്പ് മന്ത്രിയും ഒക്കെ രാജിവെക്കേണ്ടത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതൊക്കെ നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം. ആഗ്രഹങ്ങൾ പലതും ഉണ്ടായിരുന്നല്ലോ. എത്രയോ തവണ മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും മന്ത്രിസഭാ അംഗങ്ങളെയും ഒക്കെ രാജിവെപ്പിക്കാൻ എത്രയോ വർഷങ്ങളായി, ഒരു പതിറ്റാണ്ടുകളായി നിങ്ങൾ നടക്കുന്നതല്ലേ? ഏതെങ്കിലും ഒരു തെളിവിന്റെ കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കാര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്? നമ്മൾ പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്താണ് ഇതിന്റെ മാനദണ്ഡം? പിന്നെ കോൺഗ്രസ് പ്രവർത്തകരാകെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കാരണം അവർക്ക് വേണമെങ്കിൽ തോന്നാം തങ്ങളുടെ കാലത്തെ പോലെ തന്നെയല്ലേ ദേവസ്വം ബോർഡ്, തങ്ങളുടെ കാലത്തെ പോലെ തന്നെ കേരളീയ ഭരണം. അങ്ങ് മനസ്സിലാക്കേണ്ടത് കുമാര സഹോദരന്മാർ കേരളത്തിലെ ദേവസ്വം ബോർഡിനെ ഒത്തൊരുമിച്ച് അമ്പലം വിഴുങ്ങിക്കുന്ന ആകെ സ്വത്തായി കൊണ്ടു നടത്തപ്പെട്ട കാലമല്ല ഇത്. തെറ്റിന്റെ ഒരു കണിക ഏത് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് പുറത്താക്കപ്പെടും, അദ്ദേഹം നടപടിക്ക് വിധേയനാക്കപ്പെടും. കേരളത്തിന്റെ ചരിത്രത്തിൽ തെറ്റു ചെയ്തവരെ സംരക്ഷിക്കാതെ അതിശക്തവും ദയാരഹിതവുമായ നടപടികൾക്ക് വിധേയമാക്കിയതിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ ഈ ഗവൺമെന്റ്. പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ
അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ശബരിമല ശ്രീകോവിലിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടോ? അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതി അംഗീകരിച്ച സർക്കാരിന്റെ നിർദ്ദേശത്തോടുകൂടി അംഗീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം അതിന്റെ ആദ്യ നടപടിക്രമങ്ങൾ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ബാക്കി കാര്യങ്ങൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതോ, കോടിക്കണക്കിന് ഭക്തർ പരിപാവനമായി കരുതുന്ന ശബരിമല ശ്രീകോവിലിൽ നിന്ന് നിങ്ങളുടെ ഭരണകാലത്ത് സ്വർണം മോഷണം പോയി എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഇതിൽ സർക്കാരിന്റെ ബോധ്യമല്ലല്ലോ, നമ്മളുടെ മുമ്പിൽ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണത്തിൽ കോടതിയുടെയും അന്വേഷണ സംഘത്തിന്റെയും മേൽനോട്ടത്തിൽ ഇരിക്കുന്ന വിഷയമാണ്. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പറയുന്നു there also appears to be a distinct and grave possibility that the original gold-cladded Dwarapalakas were disposed of to a willing purchaser for a substantial monetary consideration. എന്ന് പറഞ്ഞാൽ ശബരിമല ശ്രീകോവിലിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റാർക്കോ മറിച്ചു വിറ്റുവെന്ന് ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ ബോധ്യം കേരള സർക്കാരിനുണ്ട്. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അതിന്റെ അന്വേഷണമാണ് നടക്കുന്നത്. അതിൽ കുറ്റക്കാരായവർ ആരായാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ അതിനെക്കുറിച്ചാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞത്. ആ കാര്യത്തിൽ മഹസർ പരിശോധിച്ച് തൂക്കത്തിൽ കുറവ് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏതു കാലയളവിൽ ഏത് എന്റെ ചോദ്യം. ബാക്കി അന്വേഷണം, പ്രതിപക്ഷ പ്രതിഷേധം എല്ലാം നിൽക്കട്ടെ. ശ്രീ ജയ്ക്ക് എന്റെ ചോദ്യം, ശബരിമല പോലെ ഇത്രയും പരിപാവനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് മോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ എന്താണ് നടന്നതെന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനില്ലേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്? ഇപ്പോ അങ്ങയുടെ ബോധ്യത്തിനനുസരിച്ചുള്ള ഗൗരവം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഉണ്ടാക്കിയെടുക്കുക അത് അല്പം അപ്രായോഗികവും അസാധ്യമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയുടെ മുമ്പിലും അർത്ഥപൂർണ്ണമായ ഗൗരവത്തോടുകൂടെ അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ തന്നെ ബഹുമാനിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയുടെ മുമ്പിൽ ആധികാരികമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്തോ എങ്ങനെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രക്സ് എന്താണ്? ഈ കാര്യത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടോ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥ നേതൃത്വം ആരുമാവട്ടെ അവർ അതിശക്തവും ദയാലുതവുമായ നടപടിക്ക് വിധേയമാക്കപ്പെടും. അതാണ് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. ആ ഉറപ്പ് അർത്ഥപൂർണ്ണമായ അതീവ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഇവിടെ ചോദിച്ചു എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം മന്ത്രിയുടെ രാജി ആഗ്രഹിക്കുന്നത്? കാരണം ഇവര് അറിയാതെ കാര്യങ്ങൾ അറിഞ്ഞു. ഇതിനു മുമ്പുള്ളവർ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ അവിടെ മൂവ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴുള്ളവരും അറിഞ്ഞു മാത്രമേ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ട CPI നേതാവ് പറഞ്ഞു അമ്പലം വിഴുങ്ങി. എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചാണോ, എനിക്കത് കേൾക്കാൻ സാധിച്ചില്ല. പക്ഷെ അമ്പലം വിഴുങ്ങി എന്ന് സൂചിപ്പിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി ആയിരിക്കുമല്ലോ. ആ അമ്പലം വിഴുങ്ങിക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ കാര്യമല്ല, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്താണ് ഫ്രണ്ട്സ് ചെയ്തിരിക്കുന്നത്? പ്രസിഡന്റ് ഓഫ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ ഡയറക്ഷൻസ് അത് കൊടുത്തിരിക്കുകയാണ്. ടു എക്സ്പെഡൈറ്റ് ഗോൾഡ് പ്ലേറ്റിംഗ് as agreed to be undertaken by the sponsor, അല്ലെങ്കിൽ ഈ അമ്പലം വിഴുങ്ങിയായ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി. കുഴപ്പമായി തോന്നുന്നത് ഇന്ന് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നതിനാ ഈ ഉണ്ണികൃഷ്ണ പോറ്റിയെ ഏൽപ്പിക്കണമെന്ന് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് കൊടുക്കാൻ നമ്മുടെ ദേവസ്വം ബോർഡ് മന്ത്രി പറഞ്ഞു കാണും. അപ്പൊ അവരുടെ ഒന്നും ഇടപെടലില്ലാതെ കാര്യങ്ങളൊന്നും ഒരിടത്തും എത്തത്തില്ല. അതിനെയൊക്കെ മറച്ചു വെക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥർ തലയ്ക്ക് മാത്രം ഏറ്റുവെച്ചാൽ ഇത് നടക്കുന്ന കാര്യമാണോ? ഇത് ഇത്രയും പരിപാവനമായ ഒരു ദേവസ്ഥാനം, ഇത്രയും ലോകം നോക്കുന്ന ഒരു ദേവസ്ഥാനത്ത് ഇത്ര വലിയൊരു അഴിമതി നടത്തിയിട്ട് അത് ഉദ്യോഗസ്ഥർ മാത്രം ഉത്തരവാദിത്വം, അത് ഞങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് തെളിയിക്കും, ഞങ്ങൾ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എങ്ങനെയെങ്കിലും ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് CPM ഉപയോഗിക്കുന്നത്. കിലോ കണക്കിന് സ്വർണം ചെമ്പാക്കി മാറ്റുന്ന ജാലവിദ്യ ഉദ്യോഗസ്ഥർക്ക് മറ്റ് നേതൃത്വങ്ങളുടെ പിന്തുണയില്ലാതെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആങ്കറുടെ ചോദ്യം. സാധാരണഗതിയിൽ ആങ്കർമാരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷത പുലർത്തും എന്നുള്ളതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നൊക്കെയാണ് ഒരു വെപ്പ്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ആങ്കർ മനസ്സിലാക്കേണ്ട ജാലവിദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി, ചെറിയ ഭൂമിയല്ല, 400 ഏക്കർ ഭൂമി 60 വർഷക്കാലത്തിലധികം പറ്റിച്ച് ക്ഷേത്രഭൂമിയെ സ്വന്തം വസ്തു എന്നതുപോലെ ഉപയോഗിച്ച് അതിൽ നിന്ന് പണം കട്ടുനിന്ന അമ്പലം വിഴുങ്ങികളായ മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്ഥാപനവുമുണ്ട്. ആ ജാലവിദ്യയെ കുറിച്ച് ആങ്കർക്ക് ചോദ്യങ്ങളുണ്ടോ? സംഗതി കുലുമാലാവും. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണ്? പോറ്റിയുടെ പിതൃത്വം ഏതെങ്കിലും ചില ഇടപാടുകളുടെ പേരിൽ, ഒരു കത്തിടപാടിന്റെ പേരിൽ ആരിലേക്കെങ്കിലും നമുക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ? ഇദ്ദേഹത്തിന് AICC അഖിലേന്ത്യാ നേതൃത്വമുള്ള ആളുകളുമായിട്ട് ചിത്രവും ബന്ധവുമില്ലേ? അപ്പൊ അവരെ വെച്ചിട്ട് എങ്ങനെ നമ്മൾ ഇതിനെ വിലയിരുത്തും? ഈ കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്ന സാധനങ്ങൾ ചെന്നൈയിൽ ഒരു ചലച്ചിത്രം നടന്നതോടൊപ്പം ഇദ്ദേഹം പൂജയിൽ പങ്കെടുപ്പിച്ചില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിന്റെ സംരക്ഷണം ആ ചലച്ചിത്രം നടന്നുകൊണ്ടെന്ന് ഇതിന് ആരോപിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ തടി വരാൻ നോക്കണ്ട. ഇതേ കാര്യങ്ങൾ തന്നെ കോട്ടയത്തെ എനിക്കും അദ്ദേഹത്തിനും അറിയാവുന്ന ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ക്രയവിക്രയം ചെയ്യാൻ ശ്രമിച്ചില്ലേ? അവർക്കാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന് ആരോപിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അങ്ങനെയല്ല ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോളട്ടെ. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയതിന് നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ മുരാരി ബാബു. 2022 ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്ത് നടപടിയെടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ.
എനിക്കത് ഓർമ്മയില്ല. അപ്പൊ അങ്ങ് പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്റെ ശ്രദ്ധയിലുള്ളത്. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ നടപടിക്ക് വിധേയമാക്കപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു ദേവസ്വം ബോർഡ് അധികൃതരാണ് സ്വീകരിക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് രാവിലെ എല്ലാ മുതൽ ദിവസവും മാധ്യമങ്ങളും വിവിധ സമയങ്ങളിൽ ഈ നിമിഷം വരെ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ആക്സസ് നൽകുന്നതാണ്. ചില പ്രത്യേക വീക്ഷണകോണിലൂടെ മാത്രം അമ്പലക്കള്ളന്മാരെ കാണരുത് ശ്രീ ജെ.സി. തോമസ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങയുടെ ഒരു പ്രതികരണം ഞാൻ എന്തോ വലിയ കാര്യങ്ങൾ വലിയ വായിൽ പറഞ്ഞു എന്നുള്ളതാണ്. ഇരിക്കട്ടെ, അങ്ങയുടെ അഭിപ്രായമായിരിക്കാം. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുതാവിരുദ്ധതയുണ്ടോ, ഒരു നുണയുണ്ടോ, ഒരു കള്ളമുണ്ടോ അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ശബരിമലയിലെ അമ്പലക്കളവ്, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കളവ്, ഇതിനൊക്കെ കൂട്ടുപിടിച്ച ആളുകളെ നിങ്ങളാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് ശ്രീ ജെ.സി. തോമസ്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഒന്നാം തരം തനിത്തങ്കം 24 ക്യാരറ്റ് തനിത്തങ്കം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് ശ്രീ ജെ.സി. തോമസ്. സർക്കാരാണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയും. ഞാൻ ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല. അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? അങ്ങേക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ വാർത്താ സമ്മേളനത്തിലെ വിവരമാണോ? സർക്കാരാണ് ഈ കാര്യം ചെയ്തത്. അത് പിന്നെ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുന്നോട്ടേക്ക് നയിച്ചാൽ മതി എന്ന് തിരഞ്ഞെടുക്കുകയും അവരെ ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വകുപ്പിന്റെ ചുമതല കൊടുത്ത് മന്ത്രിമാരാക്കിയും ഗവൺമെന്റ് ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അങ്ങേക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങ് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അശേഷം ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അന്തസ്സായി അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ടാണോ 3ാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? അയ്യേ ചമ്മിപ്പോയി